ഇന്നലെ ആവശ്യമില്ലാത്ത കാലിനൊരു കെട്ടും കെട്ടി എന്റെ കാലിന് സുഖമില്ലാന്നും പറഞ്ഞ് ഇവിടെ കള്ളത്തരം കാണിച്ചെടുക്കുക. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളയെ പിടിച്ച് തള്ളണോടെ. പാത്രം കഴുകിയിട്ടില്ല, പാത്രം കഴുകിയിട്ടില്ല. കഷ്ടം. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. പാത്രം കഴുകിയിട്ടില്ല. ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. ഇനി അവൻ ആരും കാണില്ല. അവന്റെ ശല്യം ഇന്നത്തോടെ തീരും. 10% പോലും പാത്രം ആരും കഴുകിയോ? എന്തൊക്കെ ആയിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ കഴുകിയോ? കഴുകിയിട്ടില്ല, കഴുകിയിട്ടില്ല, കഴുകിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ഇന്നെന്താ ചെയ്തെന്നോ? ഫസ്റ്റ് മാനേജേഴ്സിനോട് ചോദിക്കും ഞങ്ങൾ എന്താ ചെയ്തത്. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട വേണ്ട അഭ്യാസം നടക്കണ്ട. ഇതിനൊരു അവസാനമില്ലേ? നീ ആരാ ഈ ഹോട്ടലിൽ? അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം വേണ്ട നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ എനിക്ക് വയ്യ. അതേടാ, രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. രണ്ടിലാണെങ്കിൽ പോയിരിക്കടാ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത് വർക്കിംഗ് ഏരിയ പുറമെയുള്ള രണ്ട് മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.